എവ്രിവൺ, മിസ് ആണേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണപ്പരീക്ഷ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. നന്നായിട്ട് മാർക്ക് മേടിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? EVSന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അല്ലെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പ്രെഡിക്ഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്, സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ജാലിയൻ വാലാബാഗ് എന്നുള്ള ഒരു ഭാഗം പഠിക്കാതെ നിങ്ങൾ പോകരുത്. എപ്പോഴും എക്സാമിന് നിങ്ങൾ LSS എക്സാം ആയിക്കോട്ടെ, നിങ്ങളുടെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഇനി ആനുവൽ എക്സാം ആയിക്കോട്ടെ, എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ജാലിയൻ വാലാബാഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വളരെയധികം വിഷമമുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു അധ്യായമാണ് നമ്മുടെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. സോ ജാലിയൻ വാലാബാഗ് മസാക്രിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, അതിന് വേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. നിങ്ങൾക്ക് എക്സാമിന് പോയിന്റുകളായിട്ട് എഴുതാം. പ്രധാനമായിട്ടും ഒരു 4 പോയിന്റുകളെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ കുറിപ്പ് മോഡലിലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? യെസ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ എപ്പോഴാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് എന്നാണ് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അല്ലെ. ദ പീപ്പിൾ ഓഫ് പഞ്ചാബ് ഹാഡ് ഗാതേർഡ് ഇൻ എ ലാർജ് നമ്പർ ഓൺ 13th April 1909 at Jallianwala Bagh in Amritsar to protest against Rowlatt Act. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തു തരട്ടെ. ഇതാ നോക്കിക്കേ, നിങ്ങൾ ഈ ഭാഗം പഠിക്കുന്ന സമയത്ത് അല്ലെ, ഈ ഭാഗം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പഞ്ചാബ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്തിനാ നമ്മൾ പഞ്ചാബ് എന്നുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്തു വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സംസ്ഥാനത്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നതെന്ന് ചോദിച്ചാൽ പഞ്ചാബ് എന്ന് കൃത്യമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് മാത്രമല്ല, ഈ 13th April കൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം ഏത് വർഷമാണ് നടന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ഹാപ്പൻഡ് ഇൻ 1919 April അല്ലെ, 1919 April 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. എന്താണ് ജാലിയൻ വാലാബാഗ് അല്ലെ? അതായത് അന്ന് കാലത്ത് അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ക്രൂരമായ നിയമമായിരുന്നു റൗലറ്റ് ആക്ട് അല്ലെ. സോ ദർ വാസ് എൻ ആക്ട് അല്ലെ, നോൺ ആസ് റൗലറ്റ് ആക്ട്. എന്താണ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്? ആരെയും ഇൻട്രോഗേഷൻ കൂടാതെ അല്ലെ, വിത്തൗട്ട് നമുക്കൊരു ഇൻട്രോഗേഷൻ ഇല്ലാതെ, അതായത് ഒരു വിചാരണ പോലും ഇല്ലാതെ ആരെ വേണമെങ്കിലും എത്ര കാലവും തടവിൽ വെക്കാം എന്നുള്ള ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് സമരക്കാരെല്ലാവരും കൂടെ ജാലിയൻ വാലാബാഗ് മൈതാനിയിൽ ഒത്തുകൂടുകയും അവിടേക്ക് ബ്രിട്ടീഷ് ഭരണമേധാവിയായിട്ടുള്ള ഇയാളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം, കേണൽ റെജിനാൾഡ് എഡ്വേർഡ് ഹാരി ഡയർ. ഇനി ഇത്രയൊന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ആകെ എന്ത് എഴുതിയാൽ മതി? ജനറൽ ഡയർ. ഇത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. സോ ആരുടെ നേതൃത്വത്തിലാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ആരാണ്? ബ്രിട്ടീഷ് മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അല്ലെ, പട്ടാളക്കാർ അവിടെ വരികയും പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ കുറെ ആളുകൾ മരണപ്പെട്ടു, കുറെ ആളുകൾ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് മരിച്ചുപോയി, കുറെ ആളുകൾക്ക് മുറിവേറ്റു. അപ്പൊ ഇന്ത്യൻ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ജനറൽ ഡയർ എന്നുള്ള പേര് നിങ്ങൾ മറക്കരുത്. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. ഏത് ബ്രിട്ടീഷ് മേധാവിയാണ്, ഇനി ഏത് നിയമത്തിൽ പ്രതിഷേധിക്കാനാണ് സമരക്കാരെല്ലാവരും ഒത്തുകൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും റൗലറ്റ് ആക്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ കരി നിയമം എന്ന് പറഞ്ഞ ഒരു നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ മക്കളെ, ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ ആപ്പിലും കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ അരുമ മിസ് വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ ബൈ, സീ യു.